ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ കാറ്റത്തെ കിളിക്കൂടിൻ്റെ ഇന്നത്തെ ഒരു പുതിയ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ സുഭാഷിനോട് അനിയൻ ചോദിക്കുകയാണ്, അതെ സുഭാഷ് ഏട്ടാ, ഞാൻ സുഭാഷ് ഏട്ടനോട് ഒരു കാര്യം പറയട്ടെ. സുഭാഷ് ഏട്ടന് വിധിച്ചതാണെങ്കിൽ അത് കിട്ടും, അത് പോയാൽ സുഭാഷ് ഏട്ടന് വിധിച്ചിട്ടില്ലെന്ന് കരുതിയാൽ മതി എന്നും പറഞ്ഞുകൊണ്ട് അനിയൻ അവിടെ നിന്ന് ഇറങ്ങി ഓടിപ്പോവുകയാണ്. അപ്പോൾ സുഭാഷും അതൊക്കെ ശരി തന്നെയാണെന്നാണ് നമ്മുടെ സുഭാഷിൻ്റെ വിചാരം. അങ്ങനെ വേറെ അനിയൻ വന്ന് പറയുകയാണ്, സുഭാഷ് ഏട്ടാ ദേ ഇതൊന്നും കാര്യമാക്കാൻ നിൽക്കണ്ടെന്നേ, നമ്മൾ കൂടുതൽ ആഗ്രഹിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എടാ എന്നാലുവേ ഞാൻ ആ അടുക്കളയിൽ കയറി പരിപ്പടം ഉണ്ടാക്കിയത് ഇച്ചിരി ഓവറായി പോയോടാ, ഒന്ന് പോ സുഭാഷ് ഏട്ടാ എന്ന് പറഞ്ഞുകൊണ്ട് ആനിയനും പോവാണ്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നിധിയുടെ വീടാണ്. അപ്പോൾ ആ കല്യാണം ഉറപ്പിക്കുന്ന മട്ടിലാണ് വീട്ടുകാരൊക്കെ നിൽക്കുന്നത്. അപ്പോൾ നിധി പറയുന്നുണ്ട്, എനിക്ക് ഈ കല്യാണം വേണ്ട അച്ഛാ, അയാൾ ശരിയല്ല അച്ഛാ, അയാളുടെ ഒരു വർത്തമാന അഹങ്കാരം. മോളെ നിധി നീ എന്തൊക്കെയാ പറയുന്നത്? അയാളെന്നോ? മോളെ നിന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന ചെറുക്കനാണ്. ആ ചെറുക്കനോട് പറയുമ്പോഴൊക്കെ കുറച്ച് മര്യാദ വേണ്ടേ? അച്ഛാ അത് പിന്നെ അങ്ങനെയല്ല, അയാളുടെ വർത്തമാനം ഒന്ന് കേൾക്കണമായിരുന്നു അച്ഛൻ. നമുക്കത് ഒട്ടും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ്, അഹങ്കാര വർത്തമാനമാണ് അയാൾ പറഞ്ഞു കൂട്ടിയത്. മോളെ നിധി അതൊക്കെ ശരിയാവും, ദേ എത്രയും പെട്ടെന്ന് കല്യാണം നടത്തണമെന്നാ അവർ പറയുന്നത്, അതുകൊണ്ട് ഞാൻ അതിൽ നിന്ന് പിന്നോട്ട് പോയില്ല, എത്രയും പെട്ടെന്ന് കല്യാണം നടത്താമെന്നും പറഞ്ഞു. എത്രയും പെട്ടെന്ന് കല്യാണം നടത്താമെന്നോ? അച്ഛൻ എന്തൊക്കെയാ പറയുന്നത്? ആരോട് ചോദിച്ചിട്ടാ അവർക്ക് അങ്ങനെ വാക്ക് കൊടുത്തത്? ആരോട് ചോദിക്കണം എന്ന് അച്ഛൻ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എന്നോടൊരു വാക്ക് ചോദിക്കണ്ട അച്ഛാ, ഞാനല്ലേ ഈ കല്യാണത്തിന് ഒരുങ്ങേണ്ടത്, അപ്പോൾ എന്നോടൊരു വാക്ക് ചോദിക്കണ്ടേ? അതൊന്നും ചോദിക്കാതെ ഉടനെ തന്നെ ആ കല്യാണം ഉറപ്പിച്ചിരിക്കുന്നു. എന്തിനച്ഛ അങ്ങനെയൊക്കെ ചെയ്യുന്നത്? അരുണേട്ടനും കൂടി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പാടില്ലേ അരുണേട്ടാന്ന് പറഞ്ഞപ്പോഴേക്കും, മോളെ നിധി ഇതിൽ കൂടുതൽ ആലോചിക്കാനൊന്നുമില്ല, അവരെ വമ്പൻ ആൾക്കാരാ, ഭയങ്കര സ്വത്തുള്ള ആൾക്കാര്, ആ സ്വത്ത് മുഴുവനും ഇനി നിനക്കല്ലേ മോളെ, അപ്പോൾ നീ എന്തിനാ കൂടുതൽ ടെൻഷൻ അടിക്കുന്നത്? ഏട്ടാ സ്വത്തുക്കളാണോ ഏട്ടാ, മനസ്സിൽ തമ്മിലുള്ള ഒരു അടുപ്പമല്ലേ ഏട്ടാ വേണ്ടത്? ഇതൊക്കെ അതൊന്നുമില്ല ഏട്ടാ, എനിക്ക് പഠിക്കണം ഏട്ടാ. മോളെ നീ ഏതായാലും കല്യാണം കഴിഞ്ഞാൽ ഓസ്ട്രേലിയയിലേക്ക് പോകും, ആ സമയത്ത് ഓസ്ട്രേലിയയിൽ നിന്ന് പഠിക്കാലോ, അതിനിപ്പോൾ എന്താ പ്രശ്നം? നിന്റെ ആഗ്രഹങ്ങൾക്കൊന്നും അവരെതിരി നിൽക്കാനായിട്ട് പോകുന്നില്ല ഏട്ടാ, ഇതൊന്നും ശരിയാവില്ല. അങ്ങനെ നീതി അവിടെ കിടന്ന് ബഹളം കൂട്ടുകയാണ്. ഈ കല്യാണം വേണ്ട വേണ്ടാന്നിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും അമ്മയും പറയാണ്, മോളെ അതിനൊന്നും യാതൊരു കുഴപ്പമില്ല, വേണ്ട വിധത്തിൽ കാര്യങ്ങളെല്ലാം ചെയ്യാനായിട്ട് ഞങ്ങൾക്കറിയാം. അരുണേ നാളെ തന്നെ എല്ലാ കാര്യങ്ങളും നീക്കണേ. എന്തിനാച്ചാൽ നാളെ തന്നെ? ഈ കല്യാണം മുറച്ച് എന്നറിഞ്ഞപ്പോൾ തന്നെ ഞാൻ പോയി ഓഡിറ്റോറിയം ബുക്ക് ചെയ്തു, ഇനി ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നോക്കിയാൽ മതി. അരുണേ നീ അങ്ങനെയെല്ലാം ചെയ്തോ? പിന്നെ അല്ലാതെ അച്ഛാ. അപ്പോൾ ഇതും കൂടി കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് നിധിക്ക് പിന്നെ എന്ത് പറയണം എന്ത് ചെയ്യണമെന്ന് അറിയാമ്പോഴത്തെ പക്ഷേ ഏട്ടത്തി അമ്മയ്ക്കാണെങ്കിൽ അത് തീരെ താല്പര്യമില്ല. കാരണം നിധിയുടെ ഇഷ്ടം കൂടി നോക്കണമല്ലോ. നിധിക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രമല്ലേ ഈ കല്യാണം നടത്താനായിട്ട് പാടുള്ളൂ. പക്ഷേ അപ്പോൾ ഏട്ടത്തിയമ്മ ആകെ സങ്കടപ്പെട്ട് നിൽക്കുകയാണ്. നിധി അങ്ങനെ ഒരുപാട് കാല് പിടിച്ച് ഇങ്ങനെ പറഞ്ഞു നോക്കി, കല്യാണം വേണ്ടെന്നൊക്കെ. ഇനി മോളൊന്നും പറയണ്ട. എടീ നമുക്ക് നാളെ ഒരു ഇടവരം പോകാനുണ്ട്. ശരി, ഞാൻ ഏതായാലും അരുണനോടൊന്ന് സംസാരിക്കട്ടെ. അരുണേ നീ അകത്തേക്ക് വാ എന്ന് പറഞ്ഞുകൊണ്ട് അരുണയെ വിളിച്ചുകൊണ്ട് പോവുകയാണ്. അപ്പോഴേക്കും അമ്മയ്ക്കാണെങ്കിൽ ദൈവമേ ഇനി സ്വർണത്തിൻ്റെ കാര്യങ്ങൾ എന്ത് ചെയ്യുമോ, എത്രയും പെട്ടെന്ന് നടത്തുമെന്ന് ഞാൻ വിചാരിച്ചു പോലുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അമ്മയും പോവുകയാണ്. അപ്പോൾ നിധിക്ക് ആരും ഒരു സപ്പോർട്ടില്ലാത്തൊരവസ്ഥയായിപ്പോയി. അങ്ങനെ നിധി നേരെ ഏട്ടത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. ഏട്ടത്തി എന്താ ഏട്ടത്തി ഇതൊക്കെ ശരിയാണോ ഏട്ടത്തി? എൻ്റെയും കൂടി ഇഷ്ടം നോക്കണ്ടേ ഏട്ടത്തി? അത് നോക്കാതെ ഇവരെന്തിനാണ് എടിപിടിയെന്ന് കല്യാണം നടത്താനായിട്ട് തുടങ്ങുന്നത്? എനിക്ക് കല്യാണം വേണ്ട, എനിക്ക് കല്യാണത്തിനോട് യാതൊരു താല്പര്യമില്ല, എൻ്റെ പഠിത്തം മാത്രമാണ് എൻ്റെ മനസ്സിലുള്ളത് ഒക്കെ പറഞ്ഞപ്പോഴേക്കും മോളെ നിധി നമുക്കൊന്നും പറയാൻ പറ്റില്ല. അവരാ കല്യാണം ഉറപ്പിച്ചു, പിന്നെ നിൻ്റെ നല്ലതിന് വേണ്ടിയും കൂടി തന്നെയാണല്ലോ പറഞ്ഞ് ഒപ്പിച്ചിരിക്കുന്നത്. എനിക്കിതിൽ കൂടുതലൊന്നും പറയാനായിട്ട് പറ്റില്ല മോളെ. അപ്പോഴേക്കും സാന്ദ്ര എന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കണം, അതാ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഏട്ടത്തി അവിടെ നിന്ന് അങ്ങോട്ട് പോവുകയാണ്. നിധിയാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാൻ നിധിയാണെങ്കിൽ സങ്കടപ്പെട്ടിങ്ങനെ നിൽക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സുഭാഷിനെയാണ്. അപ്പോൾ സുഭാഷ് കറിക്കുള്ളത് ഇങ്ങനെ അരച്ചുകൊണ്ടിരിക്കുക. ആ സമയത്താണ് സുഭാഷിൻ്റെ മുറപ്പെണ്ണ് അങ്ങോട്ട് വരുന്നത്. അപ്പോൾ സുഭാഷിൻ്റെ മുറപ്പെണ്ണ്, സുഭാഷ് ഏട്ടാ എന്താ ഇവിടെ പരിപാടി? കറിക്കുള്ള അരക്കുമായിരിക്കും അല്ലേ? എന്തിനാ സുഭാഷ് ഏട്ടാ എപ്പോഴും ഈ കഷ്ടപ്പെടുന്നത്? അനിയന്മാരെ തീറ്റാത്തത് കൊണ്ടായിരിക്കും. ദേ വേണ്ട പെണ്ണേ. മനസ്സിലായേ, അനിയന്മാരെ പറഞ്ഞു കഴിഞ്ഞാൽ പിടിക്കില്ലല്ലേ? അതെ, എൻ്റെ അനിയന്മാരെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പിടിക്കില്ല, അതിനുള്ള അവകാശവും നിനക്കില്ല, പറഞ്ഞു മനസ്സിലായല്ലോ? അങ്ങനെ ശരി, എനിക്ക് സുഭാഷിനോട് ചില കാര്യങ്ങൾ സംസാരിക്കേണ്ട, അങ്ങോട്ട് വരാം. വേണ്ട എൻ്റെ പൊന്നുമോള് നേരെ ഫ്രണ്ടിലേക്ക് ചെന്നാൽ മതി. ശരി,
സുഭാഷ് ചേട്ടൻ അങ്ങോട്ട് വന്നം, ഞാനിവിടെ കാത്തിരിക്കും ഉമ്മറപ്പടിയിൽ തന്നെ, കേട്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഈ മുറപ്പെണ്ണ് നേരെ ഉമ്മറപ്പടിയിൽ പോയിരിക്കുകയാണ്. പക്ഷേ അവിടെ ഇരുന്നാൽ വഷളാവുമോ എന്ന് നമ്മുടെ സുഭാഷിന് അറിയാം. അങ്ങനെ സുഭാഷ് അരപ്പെല്ലാം എടുത്തിട്ട് മാറ്റിയിട്ട് സുഭാഷ് നേരെ ഉമ്മറപ്പടിയിലേക്ക് ചെല്ലുകയാണ്. എന്താ നിനക്ക് വേണ്ടത്? നിനക്ക് എന്താ സംസാരിക്കാനുള്ളത്? അതെ, ഒരു കാര്യം ചോദിക്കാനാണ് വേണ്ടിയാ വന്നത്. നിന്റെ ഇപ്പം അമ്മ കണ്ടു കഴിഞ്ഞാൽ ആകെ പ്രശ്നമാകുമോ എന്നറിയാലോ. എന്തിനാ കൂടുതൽ പ്രശ്നത്തിന് ഒരുക്കുന്നത്? നിനക്ക് വീട്ടിൽ പോയി വല്ലയിടത്തിരുന്നൂടെ? അമ്മ കടയിൽ പോയിരിക്കുകയാണെന്നേ, ഇപ്പോഴെങ്ങും വരില്ല. ഞാൻ സുഭാഷിനോട് ഒരു കാര്യം ചോദിച്ചിട്ട് പോയിക്കോളാന്നേ. എന്ത് കാര്യം അറിയേണ്ടത്? അതെ, സുഭാഷ് ഏട്ടൻ ഇന്ന് പെണ്ണ് കാണാൻ പോയായിരുന്നോ? അതെ, ഇനി പെണ്ണ് കാണാൻ പോയല്ലോ. ആണല്ലേ? എന്നിട്ട് അവരെന്താ പറഞ്ഞത്? ആ, അവരങ്ങനെ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല, വിവരങ്ങൾ അറിയിക്കാം എന്ന് മാത്രമാണ് പറഞ്ഞത്. അല്ല സുഭാഷ് ഏട്ടാ, നമ്മൾ തമ്മിൽ കുടുംബങ്ങൾ തമ്മിൽ ചേരുമായിരുന്നെങ്കിൽ ഇങ്ങനെ സുഭാഷ് ഏട്ടന് ഒരു പെണ്ണാലോചിച്ച് പോകേണ്ട ഗതി വരില്ലായിരുന്നല്ലേ? എന്താ 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 പറഞ്ഞത്? ഒന്നുമില്ല സുഭാഷ് ഏട്ടാ എന്നും പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ 2-3 വർത്തമാനങ്ങൾ അല്ലെങ്കിൽ സംസാരിച്ചുകൊണ്ടിരിക്കുക. ആ സമയത്താണ് ദേവം ഈ സുഭാഷിൻ്റെ അമ്മായി വരികയാണ്. അപ്പം അമ്മായി തലയിൽ കുറേ കെട്ടൊക്കെ ചുമന്നുകൊണ്ടാണ് വരുന്നത്. ആ സമയത്ത് മകള് ഇവിടെ സുഭാഷിൻ്റെ കൂടെ ഇരിക്കുന്ന കാഴ്ച കാണുക. ഇവർക്കാണെങ്കിൽ ആകെ കാലി വന്നിട്ട് നേരെ അങ്ങോട്ട് കയറി ചെല്ലണം, എടി എന്ന് വിളിച്ചുകൊണ്ട് അയ്യോ അമ്മ എന്ന് പറഞ്ഞു പഠിക്കണം. തീർന്നു, എല്ലാം തീർന്നു എന്ന് സുഭാഷും പറയാം. അങ്ങനെ കണ്ടപാടി നമ്മുടെ ഈ അമ്മായി ആണെങ്കിൽ ആ തലയിലിരിക്കുന്ന ആ ചാക്കും കെട്ടെടുത്ത് മകളുടെ തലയിലേക്ക് അങ്ങോട്ട് വെച്ച് കൊടുത്തിട്ട് പിടിക്കിട്ട് നിന്നെ ശരിയാക്കി തരുമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു വടി എടുത്തുകൊണ്ട് വന്നിട്ട് മകൾക്കിട്ട് പടക്കെന്ന് പറഞ്ഞ് ഭയങ്കര അടി. അയ്യോ അമ്മേ തല്ലല്ലേ അമ്മേ, നിന്നോട് പറഞ്ഞിട്ടില്ലാടി ഈ വീട്ടിലേക്ക് കാലെടുത്ത് കുത്തരുതെന്ന്. അപ്പോഴേക്കും സുഭാഷ് പറയാണ്, അമ്മായി തല്ലല്ലേ അമ്മായി, അവൾക്ക് വേദനിക്കും അമ്മായി. അമ്മായിയോ? ആരാടാ നിന്റെ അമ്മായി? നിന്റെ അച്ഛനായിട്ട് എല്ലാ ബന്ധവും ഉപേക്ഷിച്ചതിന് ശേഷം നിന്നോട് ഞാൻ പറഞ്ഞാണ് ഇനി അമ്മായി എന്നുള്ളൊരു പേര് വിളിച്ചു പോരുന്നത്. എന്നിട്ട് അവൾ അമ്മായി എന്ന് പറഞ്ഞുകൊണ്ട് വന്നിരിക്കുന്നു. എൻ്റെ ദൈവമേ, നിനക്കൊന്നും നാണമില്ലേടാ? നിൻ്റെയൊക്കെ കുടുംബം ഗതി പിടിക്കാത്ത കുടുംബമാണ്, ശാപം കിട്ട കുടുംബമാണ്. അത് ആ കുടുംബത്തിലേക്ക് ഇനി എൻ്റെ മോളെയും കൂടി ഞാൻ വലിച്ചഴക്കണോ അല്ലേ? നിനക്ക് പെണ്ണ് കിട്ടാതെ വന്നു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ മോളെ നീ ചാക്കിലാക്കാൻ നോക്കുകയാണല്ലേടാ എന്നൊക്കെ ചോദിക്കണം. അയ്യോ അമ്മായി, അങ്ങനെയൊന്നും അല്ല കാര്യങ്ങൾ. എങ്ങനെയല്ലെന്നാടാ കാര്യങ്ങൾ പറയുന്നത്? നീ കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എടി നിന്റെ അച്ഛൻ ഇതങ്ങാനും കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ സ്വസ്ഥത കിട്ടൂല. എന്തിനാടാ ഞങ്ങളുടെ സ്വസ്ഥതയും കൂടി കളയുന്നത്? നീ എന്തിനാടാ കൈയും അതൊക്കെ കാണിച്ച് എൻ്റെ മോളെ ഇങ്ങനെ വിളിച്ച് വരുത്തുന്നത്? നിനക്കൊക്കെ മര്യാദക്ക് ജീവിച്ചൂടെ? അവൻ്റെ കുടുംബത്തിലേക്ക് എൻ്റെ മോളെ അയക്കണം പോലും. നടന്നത് തന്നെ. ഇങ്ങോട്ട് വാടി എന്നും പറഞ്ഞുകൊണ്ട് വളരെ അനാവശ്യമായ കാര്യങ്ങളെല്ലാം പറഞ്ഞ് വിളിച്ച് വലിച്ചടിച്ചുകൊണ്ട് പോവുകയാണ് സ്ത്രീ ഈ മകളെ. അപ്പോൾ നമ്മുടെ സുഭാഷിൻ്റെ വേറൊരു അനിയൻ ഈ ഒരു കാഴ്ച കാണുകയാണ്. ഭയങ്കര സങ്കടം. സുഭാഷിനും അതേപോലെ തന്നെ ഭയങ്കര സങ്കടവും കാര്യങ്ങളൊക്കെ തോന്നുകയാണ്. എന്ത് ചെയ്യണമെന്നറിയാവാത്തൊരവസ്ഥ. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നിധിയുടെ വീടാണ്. ഇപ്പം നിധിയാണെങ്കിൽ ആകെ സങ്കടപ്പെട്ടിരിക്കാൻ, ദൈവമേ കല്യാണം എത്രയും പെട്ടെന്ന് നടത്തുമല്ലോ, ഇത് എങ്ങനെ ഇതിൽ നിന്ന് ഒഴിവാകും എന്ന് ചിന്തിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. അപ്പോഴാണ് അമ്മ ഒരു പപ്പായ ജ്യൂസുമായിട്ട് വരുന്നത്. മോളെ നിധി ഇത് കുടിക്കുക. വേണ്ടമ്മേ, എനിക്ക് വേണ്ട, കുടിക്ക്, ഇത് പപ്പായ ജ്യൂസാണ്. നിന്റെ അച്ഛൻ പറഞ്ഞിട്ടാണ് ഞാൻ ഈ പപ്പായ ജ്യൂസും കൊണ്ട് വന്നത്. കല്യാണമൊക്കെ എടുക്കാറായില്ലേ, ആ സമയത്തൊക്കെ സ്കിന്നിന് നല്ല ഗ്ലോ വരണ്ടേ, അതിനു വേണ്ടിയാ പപ്പായ ജ്യൂസും കൊണ്ട് വന്നത്. അമ്മേ, പപ്പായ എനിക്ക് ഇഷ്ടമല്ലെന്ന് അമ്മയ്ക്ക് അറിയാലോ, പിന്നെ എന്തിനാ പപ്പായ ജ്യൂസും കൊണ്ട് വന്നത് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് വരുന്നു അച്ഛൻ. അപ്പോൾ അച്ഛൻ ഈ ഒരു കാഴ്ച കഴിഞ്ഞപ്പോൾ എന്താ പറ്റിയത്? അവൾക്ക് പപ്പായ ജ്യൂസ് വേണ്ടെന്നാ പറയുന്നത്. ആണോ? വേണ്ടെന്നാണോ പറയുന്നത്? ഇങ്ങോട്ട് തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് പപ്പായ ജ്യൂസ് മേടിച്ചിട്ട് മോളെ നിധി നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അച്ഛൻ ആദ്യം കുടിച്ചു നോക്കിയാണ്. നല്ല മധുരം ഉണ്ടല്ലോ. മോളെ നിധി ഇതൊന്ന് കുടിച്ച്. വേണ്ട അച്ഛാ, എനിക്ക് ജ്യൂസ് ഇഷ്ടമല്ല, എനിക്ക് പപ്പായ ജ്യൂസ് ഇഷ്ടമല്ല അച്ഛാ. അതെ, മോൾക്ക് ചെറുതിലേ ചോറ് തിന്നാൻ ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. എന്നിട്ട് അച്ഛൻ എന്താ ചെയ്യുന്നറിയാമോ? അമ്മ പറഞ്ഞാലൊന്നും മോള് ചോറ് ഉണ്ണില്ലായിരുന്നു. പക്ഷേ അച്ഛൻ വരുന്നത് വരെ മോൾ കാത്തിരിക്കും. എന്നിട്ട് അമ്മയുടെ കയ്യിൽ നിന്ന് ആ ചോറ് മേടിച്ചിട്ട് അച്ഛൻ ഓരോ കഥകളൊക്കെ പറഞ്ഞു തരും. അമ്പിളി മാമനെയൊക്കെ കാണിച്ച് മോൾ ആ ചോറ് മുഴുവനും അച്ഛൻ തീറ്റിക്കുമായിരുന്നു. അപ്പോൾ അച്ഛൻ പറഞ്ഞാൽ മോൾ കേൾക്കുമെന്ന് അച്ഛൻ അറിയായിരുന്നു. അതുകൊണ്ട് അച്ഛൻ പറയാണ് ഈ പപ്പായ ജ്യൂസ് ഒന്ന് മോൾ കുടിക്കും മോളെ. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ നിധി ആ പപ്പായ ജ്യൂസ് കുടിക്കുകയാണ്. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അമ്മ കണ്ടോ അച്ഛൻ്റെ മോളുടെ ഒരു കാര്യമേ, ഞാൻ പറഞ്ഞിട്ട് ഇത്ര നേരം കുടിച്ചില്ല അവള്. അപ്പോൾ നിധി ഇങ്ങനെ കരയാണ്, ഭയങ്കരമായിട്ടും കരയാണ്. അയ്യോ മോളെ നീ കരയാണ്, എന്തിനാ മോളെ കരയുന്നത്? അച്ഛൻ പറഞ്ഞിട്ടില്ല അച്ഛാ ഈ ലോകത്തിലെ വെച്ച് ഏറ്റവും വലിയ ഇഷ്ടം അച്ഛൻ എന്നോടാണെന്ന്. അതെ, അതിനെന്താ സംശയം? എൻ്റെ നിധിമോളെയാണ് അച്ഛൻ ഏറ്റവും കൂടുതൽ ഇഷ്ടം. ആണല്ലേ അച്ഛാ? അപ്പോൾ അച്ഛൻ എന്തുകൊണ്ട് എൻ്റെ മനസ്സിലാക്കുന്നില്ല? ഈ കല്യാണം എനിക്ക് വേണ്ടെന്ന് പറഞ്ഞല്ലേ അച്ഛാ? എനിക്ക് പഠിക്കണോ അച്ഛാ? അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞത്. മോളെ നിധി,
നിനക്ക് ഇപ്പം ഇത് വേണ്ടെന്നൊക്കെ തോന്നും, ഒരു ദിവസം കണ്ടല്ലേ ഉള്ളൂ, അയാളോട് കുറച്ച് സംസാരിച്ചെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ പോകെ പോകെ എല്ലാ കാര്യങ്ങളും ബോധ്യമാവും. അങ്ങനെ സംസാരിച്ച് നിങ്ങൾ പഴകും, ഇഷ്ടപ്പെടും. അതിലിനിപ്പോൾ യാതൊരു കുഴപ്പമില്ല മോളെ എന്നൊക്കെ പറയാം. അതെ, പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ടേ. നാളെ നിങ്ങൾ അടിച്ചു പൊളിക്കാനായിട്ട് തിരുവനന്തപുരത്തേക്ക് പോവാ. തിരുവനന്തപുരത്തേക്ക് പോകുന്നോ? എന്താ അച്ഛാ ഈ പറയുന്നത്? അതേന്നേ, തിരുവനന്തപുരത്തേക്ക് പോയി അടിച്ചു പൊളിക്കാനായിട്ട് പോവുക. അവരുടെ വീട്ടിൽ താമസിക്കാൻ പോകുന്നത്. അവിടെ പോയി സ്വർണ്ണങ്ങളും കാര്യങ്ങളൊക്കെ എടുക്കണം. അച്ഛാ അതൊക്കെ വേണം. ഇനി ഇക്കാര്യത്തെക്കുറിച്ച് ഓർത്തൊന്നും ടെൻഷൻ ആവണ്ട കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് അച്ഛനോടൊന്നും പോവുകയാണ്. വീണ്ടും നിധി പണി കിട്ടിയൊരവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സുഭാഷിൻ്റെ വീട്ടിലാണ്. അപ്പോൾ സുഭാഷ് ആണെങ്കിൽ രാത്രിയായപ്പോൾ ഇങ്ങനെ നല്ല ഇങ്ങനെ കുളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അച്ഛൻ സൈക്കിളിൽ വരുന്നത്. അങ്ങനെ അച്ഛൻ നേരെ അടുക്കളയിലേക്ക് കയറിയിട്ട് ഉള്ള ചോറും ഉള്ള കറികളും മുഴുവനും കൊട്ടി കമത്തി അങ്ങോട്ട് തിന്നുകയാണ്. എപ്പോഴും സുഭാഷ് അടുക്കളയിലിട്ട് വന്നു നോക്കി കഴിഞ്ഞപ്പോഴേക്ക് അച്ഛൻ കഴിക്കുന്ന ആ ഒരു രംഗോ കാണുന്നത്. പക്ഷെ സുഭാഷിനൊരു പന്തികേട്. സുഭാഷ് ചോറും കറി നോക്കിയാണ് ഒരു തരി ചോറേ ഉള്ളൂ. കറി നോക്കി കഴിഞ്ഞപ്പോഴേക്ക് കറി ഒരു തുള്ളിയില്ല. അച്ഛാ കുറെ മാന്യത വേണ്ട അച്ഛാ. ഇനി ആ പിള്ളേര് വന്നു കഴിഞ്ഞാൽ എന്താ അച്ഛാ കഴിക്കുന്നത്? ഇപ്പം ഞാൻ കഴിക്കുന്നതിന് കുറ്റമായല്ലേ? ഇതെന്തൊരു കഷ്ടമോ, എനിക്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അച്ഛൻ അവിടെ ആ ഭക്ഷണപാത്രം കൊണ്ട് അവിടെ വെക്കുക. അച്ഛാ പറയുന്നതാണോ കുറ്റം? കഴിക്കുക. ഇനി അവർ വന്ന് എന്ത് കഴിക്കുമെന്ന് എനിക്കറിയില്ല. അങ്ങനെ സുഭാഷ് നേരെ ഇളയ അനിയൻ്റെ അടുത്ത് പോയി ചെന്ന് പറയണം, എടാ നീ പഠിച്ചതൊക്കെ മതി, നീ ഉള്ളത് കഴിക്കാൻ നോക്കുക, അല്ലെങ്കിലേ അച്ഛനിപ്പോൾ എല്ലാം കാലിയാക്കും. സാരമില്ല ഏട്ടാ, ഞാൻ ഉച്ചക്കുണ്ടാക്കി ഉപ്പേരിയില്ലേ അത് കൂട്ടി എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തോളാം. അയ്യടാ ഒരു മാന്യത, എടാ നീ എടുത്ത് വെച്ചണ്ടേ എന്ന് പറഞ്ഞുകൊണ്ട് ഡ്രസ്സുകളെല്ലാം ഈ ബുക്കുകളെല്ലാം എടുത്ത് വെക്കുക. അപ്പോൾ അനിയൻ ചോദിക്കുകയാണ്, അല്ല ഏട്ടാ, ഏട്ടനാ പെണ്ണ് കാണാൻ പോയില്ലേ, ആ പെണ്ണിനെ ഏട്ടന് ഇഷ്ടപ്പെട്ടെന്നാ തോന്നുന്നു. നീ എന്താ അങ്ങനെ പറഞ്ഞത്? അല്ല, ഏട്ടനാ അടുക്കളയിൽ കയറി പെർഫോമൻസ് ചെയ്തില്ലേ, അത് വർക്കൗട്ട് ആയി ഏട്ടാ, ആ പെണ്ണിന് ഇഷ്ടപ്പെട്ടു. അങ്ങനെയാണെങ്കിലേ ആ പെണ്ണിനെ വിളിച്ചുകൊണ്ട് നമുക്ക് ഇറക്കിക്കൊണ്ട് വന്നാലോ ഏട്ടാ? നീ ഒന്നും മിണ്ടാതിരുന്ന് പഠിക്കാൻ നോക്കടാ. അവൻ്റെ ഒരു കിന്നാര വർത്താനേ, മിണ്ടി പോകരുത് എന്നും പറഞ്ഞുകൊണ്ട് സുഭാഷ് അവിടുന്ന് പോവാണ്. ഇതേ സമയം തന്നെ നമ്മുടെ നിധിയെ കാണിക്കണം. അപ്പൊ നിധി കണ്ണാടി നോക്കി തന്നോട് തന്നെ പറയാണ്, അച്ഛാ എനിക്ക് ഈ കല്യാണം ഇഷ്ടമല്ലെന്ന് പറഞ്ഞില്ലേ, അച്ഛൻ എന്തിനാ എന്നെ ഈ കല്യാണത്തിന് നിർബന്ധിക്കുന്നത്? മര്യാദക്കല്ലെങ്കിൽ ഞാൻ അച്ഛൻ്റെ പേരിൽ കേസ് കൊടുക്കും എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നിധി ഇങ്ങനെ സംസാരിക്കണം. ഇതുപോലെ അച്ഛനോട് പറയണോ? വേണ്ട, പാവം അച്ഛൻ്റെ മുഖത്ത് നോക്കി ഇങ്ങനെയൊന്നും പറയാൻ പറ്റൂല. അല്ലെങ്കിൽ എന്തിനാ അച്ഛൻ്റെ മുഖത്ത് നോക്കി പറയുന്നത്? നേരെ ആ സൂര്യദാസിനെ തന്നെ വിളിച്ചാലോ? സൂര്യദാസിനോട് കാര്യങ്ങൾ പറയുന്നതായിരിക്കും നല്ലത് എന്ന് നമ്മുടെ നിധി രണ്ടും കൽപ്പിച്ച് തീരുമാനങ്ങൾ എടുക്കുകയാണ്. അപ്പൊ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചു. നമസ്കാരം. താങ്ക് യു. ബൈ.